പശ്ചിമേഷ്യയിൽ ഇറാനുമായുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുന്നതിനിടെ മേഖലയിലെ സുഹൃത്ത് രാജ്യങ്ങളിലേക്ക് വൻതോതിൽ ആയുധങ്ങൾ എത്തിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം തീരുമാനിച്ചു. ഇസ്രായേൽ, കുവൈത്ത്, ഖത്തർ, UAE എന്നീ രാജ്യങ്ങൾക്കായി ഏകദേശം $9 ബില്യൺ അത്യാധുനിക ആയുധ ഇടപാടുകൾക്കാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതി നൽകിയത്. കോൺഗ്രസിന്റെ സാധാരണ അവലോകന നടപടികൾ മറികടന്ന് ദേശീയ സുരക്ഷാ അടിയന്തരാവസ്ഥ എന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ നീക്കത്തിന് പച്ചക്കൊടി കാട്ടിയത്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സുരക്ഷാ വെല്ലുവിളികളും ഇറാനുമായുള്ള സംഘർഷ സാധ്യതകളും മുൻനിർത്തി മേഖലയിലെ സുഹൃത്ത് രാജ്യങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതായി അമേരിക്ക അതിവേഗത്തിലുള്ള ആയുധ കൈമാറ്റത്തിന് ഒരുങ്ങുകയാണ്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും അത്യാധുനിക ലേസർ ഗൈഡഡ് ആയുധങ്ങൾക്കും മുൻഗണന നൽകുന്ന ഈ വമ്പൻ പാക്കേജിൽ ഇസ്രായേൽ, ഖത്തർ, കുവൈത്ത്, UAE എന്നീ രാജ്യങ്ങളാണ് പ്രധാന ഗുണഭോക്താക്കൾ. ഏകദേശം $992.4 ദശലക്ഷം സൈനിക സഹായം ലഭിക്കുന്ന ഇസ്രായേലിന് BAE സിസ്റ്റംസ് വികസിപ്പിച്ച 10,000 അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റം 2 നൽകാനാണ് തീരുമാനം. സാധാരണ റോക്കറ്റുകളെ ലേസർ ഗൈഡഡ് മിസൈലുകൾക്കായി മാറ്റാൻ ശേഷിയുള്ള ഈ സംവിധാനം ഇസ്രായേലിന്റെ പ്രിസിഷൻ സ്ട്രൈക്ക് അഥവാ കൃത്യതയാർന്ന ആക്രമണ ശേഷിയെ ഗണ്യമായി ഉയർത്തും. വ്യോമ പ്രതിരോധ മേഖലയിൽ ഖത്തറിനാണ് ഈ പാക്കേജിൽ ഏറ്റവും വലിയ വിഹിതം ലഭിക്കുന്നത്. $4.01 ബില്യൺ ചിലവാക്കി 200 പാട്രിയറ്റ് PAC-2 ഗൈഡൻസ് എൻഹാൻസ്ഡ് മിസൈലുകളും 300 PAC-3 ഇന്റർസെപ്റ്ററുകളും ഖത്തർ സ്വന്തമാക്കും. ബാലിസ്റ്റിക് മിസൈലുകളെയും ആധുനിക ഡ്രോൺ ആക്രമണങ്ങളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഈ പാട്രിയറ്റ് സംവിധാനം ഖത്തറിന്റെ വ്യോമ സുരക്ഷയ്ക്ക് ശക്തമായ കവചമൊരുക്കും. കൂടാതെ $992.4 ദശലക്ഷം അധിക ലേസർ ഗൈഡഡ് ആയുധങ്ങളും ഖത്തറിന് ലഭിക്കും. കുവൈത്തിന്റെ കാര്യമെടുത്താൽ $2.5 ബില്യൺ ചിലവിൽ അത്യാധുനിക ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ കമാൻഡ് സിസ്റ്റം സ്ഥാപിക്കാനാണ് പദ്ധതി. നോർത്ത് ട്രൂപ്പ് ഗ്രൂമാൻ, ലോക്ഹീഡ് മാർട്ടിൻ തുടങ്ങിയ വമ്പൻ പ്രതിരോധ കമ്പനികൾ നേതൃത്വം നൽകുന്ന ഈ പദ്ധതി കുവൈത്തിന്റെ സൈനിക നീക്കങ്ങളെ ഏകോപിപ്പിക്കാനും ശത്രു നീക്കങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാനും സഹായിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും $147.6 ദശലക്ഷം മൂല്യമുള്ള APKWS മിസൈൽ സംവിധാനങ്ങൾ കൈമാറാൻ അനുമതി നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികളുടെ പ്രതിരോധം സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസിന്റെ സാധാരണ അവലോകന നടപടികൾ പോലും ഒഴിവാക്കി അടിയന്തര സ്വഭാവത്തോടെയുള്ള ഈ ആയുധ ഇടപാടുകൾ നടപ്പിലാക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം വൻകിട ആയുധ ഇടപാടുകൾക്ക് US കോൺഗ്രസിന്റെ മാസങ്ങൾ നീണ്ട കൃത്യമായ പരിശോധനകളും നടപടിക്രമങ്ങളും ആവശ്യമാണെങ്കിലും നിലവിലെ പശ്ചിമേഷ്യൻ സാഹചര്യം അതീവ ഗുരുതരമാണെന്ന് വിലയിരുത്തിയാണ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അടിയന്തര അധികാരം ഉപയോഗിച്ച് ഈ നീക്കത്തിന് അനുമതി നൽകിയത്. ഈ തീരുമാനത്തിന് പിന്നിൽ പ്രധാനമായി 3 നിർണായക കാരണങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് ഫെബ്രുവരി 28 ആരംഭിച്ച ഇസ്രായേൽ ഇറാൻ നേരിട്ടുള്ള സൈനിക സംഘർഷമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഡ്രോൺ, ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സഖ്യകക്ഷികൾക്ക് അത്യാധുനിക ആയുധങ്ങൾ ഉടൻ ലഭ്യമാക്കേണ്ടത് നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറിയിരിക്കുന്നു. രണ്ടാമതായി, ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജപാതയായ ഹോർമുസ് കടലിടുക്ക് സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയാണ്. ഇത് ആഗോളതലത്തിൽ വലിയ തോതിലുള്ള ഇന്ധന പ്രതിസന്ധിക്കും വിലക്കയറ്റത്തിനും കാരണമായിട്ടുണ്ട്. അതിനാൽ മേഖലയിൽ എത്രയും വേഗം സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അമേരിക്കയുടെയും കൂടി ആവശ്യമാണ്. മൂന്നാമതായി, അമേരിക്കയും ഇറാനും തമ്മിൽ നടന്നുവന്ന നയതന്ത്ര ചർച്ചകൾ യാതൊരു പുരോഗതിയുമില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ വ്യോമാക്രമണങ്ങൾ ഏതു നിമിഷവും പുനരാരംഭിക്കാമെന്ന കടുത്ത ആശങ്ക നിലനിൽക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ സഖ്യകക്ഷികളുടെ പ്രതിരോധം ഉറപ്പാക്കുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾ പോലും മാറ്റിവെച്ച് ഇത്രയും വലിയൊരു ആയുധ കച്ചവടത്തിന് ട്രംപ് ഭരണകൂടം പച്ചക്കൊടി കാട്ടിയത്. ഈ കരാറുകൾ അമേരിക്കൻ പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും. ലോക്ഹീഡ് മാർട്ടിൻ, RTX, നോർത്ത് ട്രൂപ്പ് ഗ്രൂമാൻ, BAE സിസ്റ്റംസ് തുടങ്ങിയ വമ്പൻ കമ്പനികളാണ് ഈ കരാറുകളിലൂടെ നേട്ടമുണ്ടാക്കുന്നത്. അമേരിക്കയുടെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ ആയുധ വിപണിയിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനും ഈ നീക്കം സഹായിക്കും. അമേരിക്കയുടെ ഈ നീക്കം ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചേക്കാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിലൂടെ ഇറാന്റെ പ്രഹരശേഷിയെ ദുർബലപ്പെടുത്തുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം.
അതേസമയം മേഖലയിലെ അറബ് രാജ്യങ്ങളെ ഒപ്പം നിർത്തി ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തന്ത്രപരമായ നീക്കമായും ഇതിനെ കാണാം. പശ്ചിമേഷ്യയിൽ സമാധാനം എന്നത് ഇപ്പോഴും വിദൂര സ്വപ്നമായി തുടരുകയാണ്. നയതന്ത്രത്തിന് പകരം ആയുധബലത്തിലൂടെ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. $9 ബില്യൺ ഈ ആയുധശേഖരം മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്നത് വരും ദിവസങ്ങളിലെ യുദ്ധഗതിയെ ആശ്രയിച്ചിരിക്കും. ഇറാൻ ഇസ്രായേൽ നേരിട്ടുള്ള യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം അത്യാധുനിക ആയുധങ്ങൾ പ്രതിരോധത്തിന് കരുത്തു പകരുമെങ്കിലും ഇത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാനും സംഘർഷം കൂടുതൽ വഷളാക്കാനും സാധ്യതയുണ്ട്. ആത്യന്തികമായി ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നതും ആഗോള ഊർജ്ജ പ്രതിസന്ധിയും പരിഹരിക്കാൻ സൈനിക നടപടികൾക്കപ്പുറം സുസ്ഥിരമായ രാഷ്ട്രീയ പരിഹാരങ്ങൾ ആവശ്യമാണ്. വരും ദിവസങ്ങളിലെ യുദ്ധഗതിയും അന്താരാഷ്ട്ര ഇടപെടലുകളും പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും.